കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഔറംഗസീബിനെ പോലെ പെരുമാറുന്നത്. ഔറംഗസീബിൻ്റെ നയമാണ് അദ്ദേഹം നടപ്പാക്കുന്നത്. ഔറംഗസീബിൻ്റെ ക്ഷേത്രവിരുദ്ധ സമീപനമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുദർശൻ്റെ വിചാരം ഔറംഗസീബ് നടപ്പാക്കിയ ജസിയ ക്ഷേത്ര നികുതി തിരിച്ചു കൊണ്ടുവരാം എന്നാണ്. അതിൻ്റെ ഭാഗമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പേരിൽ, തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ പേരിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ള കൂടുതൽ തുക എന്ന് മാത്രമല്ല, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഉദ്യോഗസ്ഥ മാഫിയ ക്ഷേത്രവിരുദ്ധ സമീപനം സ്വീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ള അഫിഡവിറ്റ് രാഷ്ട്രീയ പ്രേരിതമാണ്. പിണറായി സർക്കാരിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നാവായിട്ടാണ്, പോക്കറ്റ് നായ്ക്കളായിട്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ നാവായി, ഇടതുപക്ഷത്തിൻ്റെ പോക്കറ്റ് നായയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ വന്നാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ക്ഷേത്രത്തിൽ കയറ്റണോ വേണ്ടയോ എന്ന് ഭക്തന്മാർക്ക് തീരുമാനിക്കേണ്ടി വരും. കഴിഞ്ഞ തൃപ്രയാർ ഏകാദശിക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പങ്കെടുത്തിട്ടില്ല. ഇയാൾക്ക് പിന്നെ എന്താ പണി? കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പണി ക്ഷേത്ര പരിപാലനമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ചുമതല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനൊന്നും നടക്കാതെ, അതൊന്നും ചെയ്യാതെ ക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി സുനിൽകുമാറിന് വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പലരെയും വിളിച്ച് ക്ഷേത്ര സമിതിയുടെ സ്വാധീനത്താൽ വോട്ട് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞതിൻ്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ന് മാത്രമല്ല, തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിൻ്റെ ഒരു മുഖ്യ കാരണക്കാരൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് എന്ന് ഇപ്രാവശ്യത്തെ അവരുടെ അഫിഡവിറ്റും അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്തും മനസ്സിലാക്കാൻ കഴിയുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ രാത്രി പൂരത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ തൃശ്ശൂരിലെ കളക്ടർ 12 മണിക്ക് തിരുവമ്പാടി ദേവസ്വം ഓഫീസിൽ പോയി ദേവസ്വം അധികൃതരുമായി സംസാരിക്കാൻ പോയപ്പോൾ അതിനെ നടുവിലാലിൽ വെച്ച് തടഞ്ഞത് ഈ സുദർശനാണ്. ഇയാളാണ് പോകണ്ടെന്ന് പറഞ്ഞത്. പോകണ്ടെന്ന് ഇയാൾ പറഞ്ഞതിനുള്ള തെളിവുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കയ്യിൽ തെളിവുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ കമ്മീഷണറും പൂരം ഈ നടുവിലാലിൽ നിൽക്കുമ്പോൾ കളക്ടർ വന്ന് തിരുവമ്പാടി ദേവസ്വവുമായിട്ട് സംസാരിച്ച് പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ പോയപ്പോൾ അവരെ തിരുവമ്പാടി ദേവസ്വം ബോർഡുമായി സംസാരിക്കാൻ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് വിലക്കിയത് ഈ സുദർശനാണ്. എന്തിനാണ് വിലക്കിയത്? യാതൊരു സംശയവുമില്ല. ഞങ്ങൾ നേരത്തെ ആരോപിച്ചതുപോലെ കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് സുദർശനും ഇടതുപക്ഷക്കാരും ചേർന്നാണ് പൂരം അലങ്കോലമാക്കിയത് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ അഫിഡവിറ്റിൽ പറയുന്നത് രണ്ട് ദേവസ്വങ്ങൾ പ്രശ്നമുണ്ടാക്കി. തിരുവമ്പാടി ദേവസ്വം പ്രശ്നമുണ്ടാക്കി, പാറമേക്കാവ് ദേവസ്വം പ്രശ്നമുണ്ടാക്കി. അതുകൊണ്ട് തൃശ്ശൂർ പൂരം ഉന്നത അധികാര സമിതി നടപ്പാക്കണമെന്ന്
ആരാണ് ഈ ഉന്നതാധികാര സമിതി? കൊച്ചിൻ ദേവസ്വം ബോർഡാ? തൃശ്ശൂർ പൂരം നിശ്ചയിച്ചിട്ടുള്ളത് ശക്തൻ തമ്പുരാനാണെങ്കിൽ സുദർശനൻ ശക്തൻ തമ്പുരാനാവാൻ നിൽക്കണ്ട. ശക്തൻ തമ്പുരാൻ നിശ്ചയിച്ചതുപോലെ പൂരം നടക്കൂ. ശക്തൻ തമ്പുരാൻ എന്താണോ നിശ്ചയിച്ചത് ആ ആചാരപ്രകാരമേ പൂരം നടത്തൂ. തിരുവമ്പാടി ദേവസ്വത്തിൽ നിന്നും പാറമേക്കാവ് ദേവസ്വത്തിൽ നിന്നും തൃശ്ശൂർ പൂരത്തെ പിടിച്ചു മാറ്റാനുള്ള ഹിഡൻ അജണ്ടയാണ് ഈ അഫിഡവിറ്റിൻ്റെ പിന്നിൽ. ഉന്നതാധികാര സമിതി എന്ന് പറയുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തെ തള്ളി തൃശ്ശൂർ പൂരത്തെ കൈക്കലാക്കാനുള്ള സുദർശൻ്റെ അടവാണ്, ഹിഡൻ അജണ്ടയാണ്. ഈ തട്ടിപ്പിനോട്, ഈ ഹിഡൻ അജണ്ടയെ അതിശക്തമായി എതിർക്കും BJP, അതിശക്തമായി എതിർക്കും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തെ തൊട്ടിട്ട് കളിച്ചാൽ ആ കളി സുദർശൻ തീക്കളിയാണ് കളിക്കുന്നത്, അനുവദിക്കൂല ഞങ്ങൾ. അതുകൊണ്ട് ഉന്നതാധികാര സമിതിയുടെ മറവിൽ വേഷം കെട്ട് കാണിക്കാൻ സുദർശനം പുറപ്പെടണ്ട. ശക്തൻ തമ്പുരാൻ നിശ്ചയിച്ചതുപോലെ പൂരം നടക്കും. ശക്തൻ തമ്പുരാൻ നിശ്ചയിച്ചത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പൂരം നടത്താനാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഒരു പങ്കാളിത്തവും ഇല്ല. കൊച്ചിൻ ദേവസ്വം ബോർഡിന് പങ്കാളിത്തമുള്ള സ്ഥലത്തെ കാര്യം പോയി അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കുന്നില്ലല്ലോ. ഒരൊറ്റ ക്ഷേത്രത്തിൻ്റെ കാര്യവും കൃത്യമായി അന്വേഷിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് തയ്യാറാവുന്നില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ, അതിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ വൃത്തിയും വെടുപ്പുമായിട്ട് അവിടുത്തെ നിത്യ ആരാധന പോലും, ആചാരം പോലും നടക്കുന്നില്ല. പണം ഉണ്ടാക്കണം. വെട്ടുപലിശക്കാരൻ്റെ സ്വഭാവമാണ് സുദർശൻ്റെ. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ വെട്ടുപലിശക്കാരനാണ്. മാർവാടി എന്നല്ല പറയണ്ടേ, മെട്ടുപലിശക്കാരൻ. തിരുവമ്പാടി പുങ്ങുന്ന ക്ഷേത്രത്തിൽ വലിയ പരസ്യ ബോർഡ് വെച്ചതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി മേടിച്ചതിൻ്റെ അന്വേഷണം നടക്കുക. ഇയാൾക്കെതിരെ വിജിലൻസ് കേസ് കൊടുക്കണം. ഞങ്ങളത് ആലോചിച്ചിട്ടുണ്ട്. ക്ഷേത്രഭൂമി, വടക്കനാഥ ക്ഷേത്രഭൂമി എന്ന് പറയുന്നത് ഹൈക്കോടതി ദേവസ്വത്തിൻ്റെ, ഞാൻ കേസ് കൊടുത്ത പഴയ കേസ്, ഹൈക്കോടതിയിൽ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ വടക്കനാഥ ക്ഷേത്ര മൈതാനം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധാനമായിട്ടാണ് നിൽക്കുന്നത്. അത് കാറിടാനും മറ്റെന്തെങ്കിലും പരിപാടിക്ക് വാടകയ്ക്ക് കൊടുക്കരുതെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതുപോലും ലംഘിച്ച് കച്ചവട താല്പര്യമാണ് ദേവസ്വം ബോർഡിന്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഓൺലൈനിൽ മീറ്റിംഗ് നടന്നു. ബിന്ദു മന്ത്രിയും രാജമന്ത്രി ഉണ്ടായിരുന്നു. ഈ രാജമന്ത്രിയും ബിന്ദു മന്ത്രിയും തീരുമാനിച്ച് കാലാകാലഘട്ടത്തിലുള്ള ഒരു ഹൈക്ക്, ഒരു മാറ്റം ദേവസ്വങ്ങൾ ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 43 ലക്ഷം രൂപയുടെ ചെക്ക് ദേവസ്വം കൊടുത്തു. അയാളത് മേടിച്ചില്ല. അയാൾ പറയുന്നത് 2.5 കോടി രൂപ കിട്ടണമെന്ന്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുദർശൻ്റെ തറവാട്ട് സ്വത്തല്ല ദേവസ്വം പറമ്പും ദേവസ്വം ഭൂമിയും. ദേവസ്വം ഭൂമി എന്ന് പറയുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. ഇയാൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭൂമി വാടകയ്ക്ക് കൊടുക്കുന്നില്ലേ? മറ്റു പരിപാടികൾക്ക് ഭൂമി വാടകയ്ക്ക് കൊടുക്കുന്നില്ലേ? അതേപോലെ വാടകയ്ക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അനുവദിക്കില്ല. അപ്പോൾ അഫിഡവിറ്റിൽ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഗോപാലകൃഷ്ണനും അനീഷ് കുമാറും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് വത്സനുമൊക്കെ ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മര്യാദകെട്ട വർത്തമാനം പറയരുത്. തെളിവുണ്ടെങ്കിൽ ഹാജരാക്ക്. എൻ്റെ നാട്ടിൽ പൂരം നടക്കുമ്പോൾ ഞാൻ പൂരത്തിന് പോകില്ലേ? ഇയാൾക്ക് ഈശ്വരവിശ്വാസം ഇല്ലയെന്ന് വെച്ചിട്ട് ആദ്യം ഇയാൾ പറയേണ്ടത്, സുദർശൻ പറയേണ്ടത് ഇയാൾക്ക് ക്ഷേത്രവിശ്വാസം ഉണ്ടോയെന്നാണ്. പൂരം തകർക്കൽ ഇവരുടെ ലക്ഷ്യമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ലക്ഷ്യം പൂരം തകർക്കലാണ്. എന്നിട്ട് പൂരത്തിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാക്കുക. ഇതാ പരിപാടി. ഇതൊന്നും ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. എന്ന് മാത്രമല്ല, ഇന്നലെ വരെ എങ്ങനെയാണോ ശക്തൻ തമ്പുരാൻ നിശ്ചയിച്ചത് അതേപോലെ നടക്കൂ. അതിനപ്പുറത്ത് നടത്താൻ പറ്റില്ല. ഒരു ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ ഈ തൃശ്ശൂരിൽ സ്ഥാപിക്കാൻ കഴിയാത്ത
ആളുകളെ ഇവർ ഈ ദേവസ്വം ബോർഡ് അത് ആ പ്രതിമ സ്ഥാപിച്ചതിൻ്റെ ചുക്കാൻ പിടിച്ചവരാണ് BJP. ഞങ്ങൾ ഇവിടുത്തെ MP ചാക്കോ അദ്ദേഹം നേരിട്ടിറങ്ങിയിട്ടാണ് ആ ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ സ്ഥാപിച്ചത്. ഇന്ന് ആ പ്രതിമ KSRTC ബസ് വന്ന് ഇടിച്ച് തകർത്തു. അതിൻ്റെ ശിലാഫലകം സ്ഥാപിക്കുന്നില്ല. എന്തിന്? ഞങ്ങളുടെയൊക്കെ പേരുള്ളത് കൊണ്ടാണോ? അത് അനാച്ഛാദനം ചെയ്തത് കേരളത്തിൻ്റെ ഗവർണറാണ്. അദ്ദേഹത്തിൻ്റെ പേര് വെക്കാതെയാണ് ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ രണ്ടാമത് വെക്കുന്നത്. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് ദേവസ്വം ബോർഡിൽ. അതുകൊണ്ട് ഔറംഗസീബ് ആവാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കളിക്കണ്ട, ശ്രമിക്കണ്ട. ഔറംഗസീബിൻ്റെ നയം നടപ്പാക്കാൻ നോക്കണ്ട. ഔറംഗസീബായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുദർശൻ വേഷം കെട്ടിയാൽ അപ്പുറത്ത് ശിവജിമാരായി ഞങ്ങൾക്കും വേഷം കെട്ടേണ്ടി വരും. എന്താ ഉണ്ടായെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഔറംഗസീബ് ആവാൻ നോക്കേണ്ട. ക്ഷേത്രത്തിൻ്റെ പണിയാണ് അയാളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അയാൾ ക്ഷേത്രം നന്നാക്കി കൊണ്ടുപോകാൻ നോക്കിയാൽ മതി. വേഷം കെട്ടും രാത്രിയൊന്നും വേണ്ട. ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ്, ആ അഫിഡവിറ്റിൻ്റെ മറുപടി അഫിഡവിറ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയാളുടെ മേൽനോട്ടത്തിലാണ് അങ്കിത് അശോകൻ എന്ന് പറയുന്ന കമ്മീഷണർ ഈ പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ചത്. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂരം തട്ടിയെടുക്കാനുള്ള ഹിഡൻ അജണ്ട ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ അതിശക്തമായ പൂരവിശ്വാസികളുടെ, പൂരപ്രേമികളുടെ, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ഒക്കെ അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിന് BJP തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യും. ഇതാണ് പറയാനുള്ളത്.